ദുബായ് സ്റ്റേഡിയത്തിലെ കൂറ്റൻ സ്ക്രീനിൽ ഇന്ത്യ വോൺ ബൈ 4 വിക്കറ്റ് എന്ന് തെളിഞ്ഞു. വിണ്ണിൽ ബഹുവർണ്ണ നിറത്തിലുള്ള ഫയർ വർക്കുകളും മണ്ണിൽ സുവർണ്ണ നിറത്തിലുള്ള പാർട്ടി പോപ്പറുകളും പരന്നു. ഇറ്റ് ഈസ് എ ചാമ്പ്യൻസ് ട്രോഫി ഫോർ ഇന്ത്യ. ദേ പ്ലേഡ് ലൈക്ക് ചാമ്പ്യൻസ് ആൻഡ് ദേ ഡിസേർവ് ദിസ് ചാമ്പ്യൻസ് ട്രോഫി. എന്നും ഇന്ത്യയുടെ വിജയമുഹൂർത്തങ്ങൾ കേൾക്കാറുള്ള രവിശാസ്ത്രിയുടെ അതേ ശബ്ദത്തിലുയർന്ന കമന്ററി കാതുകളിലേക്ക് അലയടിച്ചു. വിജയത്താൽ മാത്രം ലഭിക്കുന്ന ഉന്മാദാവസ്ഥയിൽ KL രാഹുൽ ആകാശത്തേക്ക് നോക്കി. ദുബായ് സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ നീലസാഗരവും ഇന്ത്യ മഹാരാജ്യത്തെ കോടാനുകോടി മനുഷ്യരും കാത്തിരുന്നത് ഈ ഒരൊറ്റ നിമിഷത്തിനായിരുന്നു. ചാമ്പ്യൻസ് ട്രോഫി ലെഗസിയായ തൂവള്ള നിറത്തിലുള്ള ഓവർകോട്ട് അണിഞ്ഞ ഇന്ത്യൻ ടീം പ്രസ്റ്റീജിയസ് കിരീടം ഏറ്റുവാങ്ങുമ്പോൾ ഓരോ ആരാധകനും അത് കണ്ണിറയെ കണ്ടു. ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെത്തുന്ന രണ്ടാമത്തെ ICC കിരീടം. പോയ വർഷം 2020 കിരീടം ഏറ്റുവാങ്ങുമ്പോൾ ഈ രാജ്യം മതിമറന്ന് തുള്ളിച്ചാടിയതാണ്. പക്ഷേ എന്തോ ഒരു ശൂന്യത പിന്നെയും ബാക്കിയുണ്ടായിരുന്നു. ഈ വിജയത്തോടെ അത് പൂർണ്ണമായിരിക്കുന്നു. ആർക്കൊക്കെയാണ് ഇതിൽ നന്ദി പറയേണ്ടത്? കാലം തീർന്നെന്നും കോലം മാറിയെന്നും വിമർശിച്ചവരെ സാക്ഷിയാക്കി രണ്ടാം ICC കിരീടം ഉയർത്തിയ രോഹിത്. ബ്രാൻഡിൽ മാത്രമല്ല, കളിക്കളത്തിലും തനിക്ക് പകരം വെക്കാൻ പോന്നവൻ ഇനിയുമില്ലെന്ന് തെളിയിച്ച സാക്ഷാൽ വിരാട് കോഹ്ലി. പരിഹാസങ്ങളെയെല്ലാം പൂമാലകളാക്കിയ KL രാഹുൽ. BCCI കോൺട്രാക്റ്റിന് പുറത്തുനിന്നും വന്ന് വീണ്ടും ഒരു ICC ടൂർണമെന്റിൽ കൂടി തിളങ്ങിയ ശ്രേയസ് അയ്യർ. ദുബായ് സ്റ്റേഡിയത്തിന്റെ മണ്ണും മനസ്സും അറിഞ്ഞ് പന്തറിഞ്ഞ സ്പിന്നർമാരായ 4 സംഘം. നാളുകൾ എണ്ണപ്പെട്ടെന്ന് കരുതിയ കസേരയിൽ കാലും നീട്ടിയിരിക്കുന്ന പരിശീലകൻ ഗൗതം ഗംഭീർ. അങ്ങനെ അത് നീണ്ടുപോകുന്നു. ഈ സന്തോഷകാലത്തിന് മുമ്പ് ഇന്ത്യയിലെ ഓരോ ക്രിക്കറ്റ് ആരാധകനും നിരാശയുടെ മുറിവേറ്റതിന്റെ ഒരു കാലമുണ്ടായിരുന്നു. പോയ ഒരു പതിറ്റാണ്ടിൽ ഈ ടീം അത്രയേറെ കണ്ണീർ കുടിച്ചിട്ടുണ്ട്. 2014 ധാക്കയിലെ ഷേറെ ബംഗ്ലാ സ്റ്റേഡിയത്തിൽ നടന്ന കലാശപ്പോരിൽ ലങ്കയോട് 2020 കിരീടം അടിയറു വെച്ചായിരുന്നു ഇരുണ്ട കാലത്തിന്റെ അധ്യായം തുടങ്ങുന്നത്. 2015 ഏകദിന ലോകകപ്പ് സെമിയിൽ സിഡ്നിയിൽ ഓസീസിനു മുന്നിൽ അപമാനിതരായി മടക്കം. 2016 2020 ലോകകപ്പ് സെമിയിൽ ഇഞ്ചോടിഞ്ചു പോരിൽ കരീബിയൻ കരുത്തിനു മുന്നിൽ മുട്ടുമടക്കി. കിരീട വരൾച്ചയ്ക്ക് പിന്നാലെ ക്യാപ്റ്റൻ കസേരയിൽ ധോണി യുഗം അവസാനിച്ചു. 100 കോടി ജനങ്ങളുടെ പ്രതീക്ഷയുടെ ബാറ്റൺ സൂപ്പർ താരം വിരാട് കോഹ്ലിയിലേക്ക്. പക്ഷേ അതിലും വലിയ സങ്കടങ്ങളാണ് വരാനിരുന്നത്. 2017 ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ചിരവൈരികളായ പാകിസ്ഥാന് മുന്നിൽ അപമാനിതരായി. 2019 ഏകദിന ലോകകപ്പ് സെമിയിലും 2021 ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും ന്യൂസിലാൻഡിന് മുന്നിൽ കണ്ണീർ മടക്കം. 2021 2020 ലോകകപ്പിലെ നാണംകെട്ട പുറത്താകലും ചേർന്നതോടെ ക്യാപ്റ്റൻ കസേരയിൽ കോഹ്ലി യുഗവും അവസാനിച്ചു. പോയ ഒരു പതിറ്റാണ്ടിൽ മറ്റേതൊരു ടീമിനേക്കാളും ആധിപത്യത്തോടെയാണ് ഇന്ത്യൻ ടീം കളിച്ചത്. സ്വദേശത്തും വിദേശത്തുമെല്ലാം അവർ തുടർ വിജയങ്ങളുടെ മധുരം നുണഞ്ഞു. ടെസ്റ്റിലും ഏകദിനത്തിലും 2020ലുമെല്ലാം ആധികാരികമായിരുന്നു ആ പ്രകടനങ്ങൾ. പക്ഷേ ഒരു ICC കിരീടം എന്നതുമാത്രം അടുക്കുംതോറും അകലുന്ന ഒരു മരീചികയായി മാറി. അങ്ങനെ ക്യാപ്റ്റൻ കസേരയിൽ കോഹ്ലി യുഗവും അവസാനിച്ചു. IPL ട്രോഫികളുടെ കനത്തിൽ രോഹിത് അമരത്വം ഏറ്റെടുത്തു. വിറച്ചും കിതച്ചും മുന്നേറിയ 2022 2020 ലോകകപ്പിന്റെ സെമിയിൽ ഇംഗ്ലണ്ടിനോട് നാണം കെട്ടു. തൊട്ടുപിന്നാലെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഓസ്ട്രേലിയയോട് തോൽവി. വലിയ പ്രതീക്ഷയോടെ മൈതാനങ്ങൾ അടക്കി ഭരിച്ചു മുന്നേറിയതോടെ ഏകദിന ലോകകപ്പ് ഇന്ത്യയിലേക്ക് തന്നെയെന്ന് എല്ലാവരും ഉറപ്പിച്ചതാണ്. പക്ഷേ അതിനിർണായകമായ അഹമ്മദാബാദിലെ ആ ഒരു ദിവസം മാത്രം ഇന്ത്യ കളി മറന്നു. ഓസ്ട്രേലിയ 6ാം കിരീടം ചൂടുമ്പോൾ ഇന്ത്യ ഓരങ്ങളിൽ ഇരുന്ന് കരയുകയായിരുന്നു. അതോടെ ക്യാപ്റ്റൻ കസേരയിൽ രോഹിതിന്റെ നാളുകളും എണ്ണപ്പെട്ടു തുടങ്ങി. പക്ഷേ പിന്നീട് കണ്ടത് തിരിച്ചുവരവിന്റെ കാലമായിരുന്നു. ഒരു മത്സരം പോലും തോൽക്കാതെ 2020 ക്രിക്കറ്റിന്റെ അമരത്തേക്ക് നടന്നു. തോൽവിയിലേക്കെന്ന് തോന്നിക്കുക പോലും ചെയ്യാതെ ചാമ്പ്യൻസ് ട്രോഫിയും നെഞ്ചോട് ചേർത്തിരിക്കുന്നു. ഒരു പതിറ്റാണ്ട് കൊണ്ട് കുടിച്ച കണ്ണുനീരൊക്കെയും ആരവങ്ങളായും റിഡംഷനായും ഉയർത്തുകൊണ്ടിരിക്കുന്നു. പ്രതീക്ഷകൾ തച്ചുടച്ചവരുടെയെല്ലാം കണക്കുകൾ ഇന്ത്യ എണ്ണിത്തീർത്തിട്ടുണ്ട്. ചാമ്പ്യൻസ് ട്രോഫിയിൽ കരയിച്ച പാകിസ്ഥാനെ, അഹമ്മദാബാദിൽ നിശബ്ദമാക്കിയ ഓസ്ട്രേലിയയെ, നോക്കൌട്ടുകളിൽ എന്നും വേദനിപ്പിച്ച ന്യൂസിലാൻഡിനെ, എല്ലാവരെയും ആധികാരികമായി തോൽപ്പിച്ചാണ് ഇന്ത്യ ചാമ്പ്യന്മാരിൽ ചാമ്പ്യനാകുന്നത്. പിച്ചും സാഹചര്യങ്ങളുമെല്ലാം ഇന്ത്യക്ക് അനുകൂലമായിരുന്നില്ലേ എന്ന വിമർശനം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. പോയ 3 ICC ടൂർണമെന്റുകളിലുമായി ഇന്ത്യ കളിച്ചത് 24 മത്സരങ്ങളാണ്. അതിൽ പരാജയപ്പെട്ടത് ഒരേ ഒരെണ്ണത്തിൽ മാത്രം. ദുബായ് പിച്ചിന്റെ മാത്രം ആനുകൂല്യത്തിലല്ല ഈ ഡോമിനേഷൻ എന്നതിന് ഈ കണക്കുകൾ തന്നെ സാക്ഷി. മൈറ്റി ഓസ്ട്രേലിയയെ കണ്ട് കൊതിച്ച ഇന്ത്യൻ ആരാധകരെ, നിങ്ങൾ ആഗ്രഹിച്ച കാലമിതാ വന്നു ചേർന്നിരിക്കുന്നു.